എടുത്തേക്കുമെന്ന സൂചനയും. എന്നാൽ നവംബർ 20 പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തിരക്കിട്ട നടപടിക്ക് BJP തുനിയുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു നടപടിയെടുത്താൽ ഒരുപക്ഷെ സന്ദീപ് പാർട്ടി വിടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നടപടി നീട്ടി വെക്കാനാണ് അവർ ആലോചിക്കുന്നത്. സന്ദീപുമായി ഇനി ചർച്ചകൾ വേണ്ടെന്നാണ് BJP നേതൃത്വത്തിന്റെയും തീരുമാനം. അങ്ങനെയെങ്കിൽ നവംബർ 20 മുമ്പ് സന്ദീപ് വാര്യർ പാർട്ടി വിടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്ത് പിടികിട്ടി? ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ നിന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും മേജർ രവി അറിഞ്ഞിട്ടില്ല. പാവം വല്ല സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നിരിക്കാം അല്ലെ? ഇപ്പൊ മുഹമ്മദ് റിയാസ് സന്ദീപ് വാര്യർ BJP വിട്ടും എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നപ്പോ പാർട്ടി ഇടപെട്ട് സന്ദീപ് വാര്യരെ ചിലപ്പോൾ CPM-ലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ശ്രമിച്ചു കാണും. അപ്പോൾ സന്ദീപ് വാര്യർ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അവിടെ പരിഹസിച്ചു വരുന്ന പാർട്ടിയുടെ മറ്റു പാർട്ടിക്കാരൊക്കെ എത്രമാത്രം അധപതിച്ച ആളുകളാണെന്ന് നമുക്ക് ഈ വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തി പാർട്ടി വിട്ടിട്ട് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പരിഹസിക്കേണ്ടയും എടുക്കേണ്ടതെന്ന് ഒരു കാര്യവുമില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. സന്ദീപ് വിഷയത്തിൽ കോൺഗ്രസിനെ അടക്കം പരിഹസിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് പഴയ ഓർമ്മയിലാണ് സന്ദീപ് പോകുന്നത് എങ്കിൽ കോൺഗ്രസ് പറ്റിയ സ്ഥലമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കണം എന്ന് തോന്നിയാൽ KPCC പ്രസിഡന്റ് ഉണ്ടെന്നും RSS നേതാക്കളെ പൂവിട്ട് പൂജിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടെന്നും മന്ത്രി വിമർശിച്ചു. സന്ദീപ് BJP-യെ ഉപേക്ഷിച്ചത് ആണോ BJP-യുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുന്ന കാലത്താണ് സന്ദീപ് പോകുന്നത്. BJP-യിൽ ഉണ്ടായിരുന്നപ്പോൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞ CD-കൾ ഇവിടെയും ഉപയോഗിക്കാം, മാറ്റം ഉണ്ടാവില്ല. പല വിഷയങ്ങളിലും BJP-യിൽ നിന്ന് മൗനം പാലിച്ചത് പോലെ തന്നെ കോൺഗ്രസിലും മൗനം തുടരാം എന്ന് അദ്ദേഹം വിമർശിച്ചു. ഭൂതകാലം പരിശോധിച്ചല്ല, മറിച്ച് നയവും നിലപാടും വെച്ചാണ് CPM ഒരാളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സന്ദീപ് കോൺഗ്രസിലെത്തിയതോടെ രാഷ്ട്രീയ ചാട്ടം സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളായിട്ടുണ്ട്. പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ കൊമ്പ് കോർത്ത സന്ദീപ് വാര്യരും ചാമക്കലയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണോ ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചോദിച്ച സന്ദീപ് വാര്യരെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആനയിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പരിഹാസത്തോടൊപ്പം വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. വലിയ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം സന്ദീപ് വാര്യർ പോയപ്പോ ഇപ്പോഴാണ് ആ ഒരു വ്യക്തി അപമാനിതനായപ്പോ ഇവരാരും ആ വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പോയിട്ടില്ല എന്ന് തന്നെയാണ്. ഈ BJP-യുടെ നേതാക്കളൊക്കെ ആ വ്യക്തിയെ ചവിട്ടി മെതിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവം. ആ വ്യക്തിയെ ഒരു ആശ്വാസവാക്കിൽ പോലും പിടിച്ച് നിൽക്കാൻ ആ ഒരു സമാധാന വാക്ക് പോലും പറയാതെ ഇപ്പോൾ അവർ ആ ഒരു രാഷ്ട്രീയം വിട്ടതോടുകൂടി എല്ലാവർക്കും വലിയ രൂപത്തിലുള്ള ഒരു കലിതുള്ളലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇനി ജീവിക്കാൻ ഇവർ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുമെന്നുള്ളതിൽ എങ്ങനെയാണ് നമുക്ക് കേരള ജനതയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. BJP-ക്കുള്ളിൽ യാതൊരു ചലനവും ഉണ്ടാക്കില്ല. സന്ദീപിനെ മുറുകെ പിടിക്കാൻ സുധാകരനോടും സതീശനോടും അഭ്യർത്ഥിക്കുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് തള്ളി K. സുരേന്ദ്രൻ. ഈ പറയുന്ന വ്യക്തിയാണ് BJP-യെ കേരളത്തിൽ ഒന്നുമല്ലാണ്ടാക്കി മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഒന്നുമല്ല ഈ BJP ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഓടിക്കേണ്ടത്. കാരണം കാലങ്ങളായിട്ട് BJP-യെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന വ്യക്തികളാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ മോശമായിട്ട് ചിത്രീകരിച്ച് പരിഹസിച്ച് സംസാരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സന്ദീപിന് BJP-യിൽ ലഭിച്ചതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്നായിരുന്നു സുരേന്ദ്രൻ പരിഹാസ രൂപേണയുള്ള പരാമർശം. ബലിദാനികളെ സന്ദീപ് വഞ്ചിച്ചുവെന്നും K. സുരേന്ദ്രൻ തുറന്നടിച്ചു. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. VD സതീശൻ, ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു അപ്രസക്തമായ തിരക്കഥയാണ്.
ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിലെ BJPക്ക് അകത്തോ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടി എടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാര്യങ്ങൾ അന്ന് പുറത്ത് പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട സാമാന്യമായ പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് VD സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് എന്ന് സുരേന്ദ്രൻ പറയുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് എന്ന് സുരേന്ദ്രൻ പറയുന്നു. എന്തിനാ നാണം കെട്ട ഈ വിഷയത്തിൽ കയറി ചൊറിയേണ്ട ആവശ്യം അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് BJPയിൽ നിൽക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല. BJP വിട്ടു അവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി. സതീശനും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ വലിയ സ്വീകരണം കൊടുത്തു. അത് ഒരു പാർട്ടിയുടെ വക്താക്കളുടെ ആ ഒരു എന്താ പറയാ സ്നേഹപരമായിട്ടുള്ള ഒരു വരവേൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വ്യക്തിപരമായിട്ട് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ ആളുകളും അതിനെ സ്വാഗതാർഹം തന്നെയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക. കാരണം കോൺഗ്രസിന്റെ ആ ഒരു കുടുംബത്തിൽ നിന്ന് പറിച്ചു നട്ട രണ്ട് വ്യക്തികളാണ് കോൺഗ്രസിന് വലിയ രൂപത്തിൽ വേദന ഉണ്ടാക്കിയത്. ഒന്ന് AK ആന്റണിയുടെ മകൻ, രണ്ട് പത്മജ വേണുഗോപാൽ. അപ്പോ ആ വേദന കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഇന്നും വലിയ ഒരു തീക്കനൽ പോലെയാണ്. അപ്പോ ആ പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പാർട്ടിയിൽ വന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടായില്ല അല്ലെ? അന്ന് സതീശനും ഈ പറയുന്ന സുധാകരനും ഒന്നും ഈ സുരേന്ദ്രൻ പറയുന്ന ഈ ഒരു വഷളൻ സംസാരം ഒരിക്കലും അവരാരും സംസാരിച്ച് കണ്ടില്ല. എന്തായാലും നമുക്കൊക്കെ പറയാനുള്ളത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിയെ ഇഷ്ടം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയോടുള്ള ആ ഒരു ബഹുമതിയും അതുപോലെ തന്നെ അതിന്റെ ചലനവും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടി വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പാർട്ടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിയിൽ പോയി ചേക്കേറി ആ പാർട്ടിയെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ആ പാർട്ടിയാണ് ശരി എന്നുള്ള രീതിയിൽ അതിൽ പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം കൂട്ടിപ്പിടിച്ച് നിങ്ങൾ പറയുന്നതാണ് ശരി, മറ്റുള്ള പാർട്ടിക്കാർ ഒന്നും ശരിയല്ല എന്ന് കാണുന്ന ആ ഒരു രീതികളോടാണ് കേരള സമൂഹവും അതുപോലെ തന്നെ ഇന്ത്യ ഈ മഹാരാജ്യത്തുള്ള മറ്റു പാർട്ടിക്കാരും ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി വലുതായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. BJPയുടെ ഉന്നത തലത്തിലിരിക്കുന്ന ആ ഒരു കേരളത്തിലുള്ള ആളുകളൊക്കെ സന്ദീപ് വാര്യരെ വലിയ രൂപത്തിൽ തന്നെയാണ് വിമർശിക്കുന്നത്. അപ്പൊ ആ വ്യക്തി പോയതിൽ ഇവർക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് BJPയിലുള്ള നേതാക്കന്മാർക്ക് മനസ്സിലായി. കോൺഗ്രസിലേക്കെന്ന വാർത്തയോട് പ്രതികരിച്ച് BJP ദേശീയ നേതാവും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അപ്രസക്തനായ വ്യക്തി അപ്രസക്തമായ പാർട്ടിയിലേക്ക് പോകുന്നുവെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചത്. അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അറിയിക്കാനായി KPCC വാർത്താ സമ്മേളനം ഉടനുണ്ടാകും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെയാണ് സന്ദീപ് വാര്യർ BJP നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വന്ന അവഗണനകൾ സന്ദീപ് അറിയുന്നു. പിന്നീട് സന്ദീപ് വാര്യർ CPMലേക്ക് ചേക്കേറിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യരെ മുതിർന്ന CPM നേതാവ് AK ബാലൻ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീപ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും വലിയ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു രാഷ്ട്രീയ കാൽമാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് അവർക്ക് നല്ലതാണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ മറ്റൊരു പാർട്ടിയെ സ്വീകരിച്ചതും. അപ്പോൾ ആ പാർട്ടിയെ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അവരെ വ്യക്തിഹത്യ നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാ പാർട്ടിയിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ശരിക്കും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ